പ്രിയപ്പെട്ടവരെ, സുബഹിയുടെ സമയമാണിപ്പോൾ. സുബഹി ബാങ്ക് കൊടുത്തു. ചെറാട്ടുപള്ളി എന്ന് പറയുന്ന വളരെ പഴക്കം ചെന്ന ഈ പള്ളി തുറന്നിരിക്കുന്നു. ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളൊക്കെ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി, അടുത്ത വീടുകളിൽ താമസിക്കുന്നവരൊക്കെ പള്ളിയിൽ എത്തിച്ചേർന്ന് നിസ്കരിക്കാനൊരുങ്ങുന്ന സമയമാണിപ്പോൾ. ഈ ചെറാട്ടുപള്ളി നമ്മുടെ കുറ്റൂർ പാടത്ത് നിന്ന്, അതുപോലെ നമ്മളെ കൂരിയാട് ഹൈവേയിൽ നിന്ന് നോക്കിയാൽ ഒക്കെ ഈ പള്ളിയും ഞങ്ങളുടെ ഈ പാടമൊക്കെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ കുറ്റൂർ പാടം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റൂർ പാടവും ഈ ചെറാട്ടുപള്ളിയും അതുപോലെ കുയ്യമ്മണ്ണിലെ പള്ളിയും കുയ്യമ്മണ്ണിലെ പഴയ കുളവും ഇതൊക്കെ എനിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കുമൊക്കെ വല്ലാതെ നൊസ്റ്റാൾജിയ നൽകുന്ന സ്ഥലങ്ങളാണ്. ഈ വിശാലമായ പാടം ഇപ്പോൾ സുബഹി ബാങ്ക് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുകയില്ല, ഇരുട്ടാണ്. പള്ളി ലൈറ്റുള്ളത് കൊണ്ട് പള്ളി കാണും. അവിടെ നിങ്ങൾ ദൂരെ കാണുന്നില്ലേ ലൈറ്റ്, അത് അവിടെ, അതാണ് കൂരിയാട് ഹൈവേ. പിന്നെ തകരാറ് സംഭവിച്ച ആ ഭാഗമാണ് കാണുന്നത്. ഈ കുറ്റൂർ പാടം എൻ്റെ ചെറുപ്പകാലത്ത് എത്രയെത്ര മത്സ്യം പിടിച്ചിട്ടുണ്ട് ഈ കുറ്റൂർ പാടത്ത് നിന്ന്, തോട്ടിൽ നിന്ന്. അന്നൊക്കെ ഇഷ്ടം പോലെ മത്സ്യമുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോട്, എൻ്റെ ചെറൂർ ഹൈസ്കൂളിലെ കുട്ടികളോട് ഞാൻ ജീവശാസ്ത്രപരമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഒരു കാര്യം പറയുകയാണ്. പണ്ട് കാലത്ത് ഈ നമ്മുടെ ഈ വയലുകളിലൊക്കെ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മത്സ്യമുണ്ടായിരുന്നു, പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു. ഞാനിഷ്ടം പോലെ മത്സ്യം പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. തോട് കെട്ടി ഞങ്ങൾ മത്സ്യം പിടിച്ച് എത്ര തവണ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അത് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചത്, എത്ര തവണ, ഒരുപാട് തവണ. ഇന്നിപ്പോൾ മത്സ്യം, വയലുകളിൽ മത്സ്യം കുറഞ്ഞു പാടത്ത്. എന്താ കാരണമെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും. അതായത് വയലുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പള്ളി മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതും കൂടിയാണ്. ഈ സമയത്തൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എത്രത്തോളം കിളികളുടെ ശബ്ദമായിരുന്നു, കിളികളുടെ പാട്ടും കിളികളുടെ കളകളാരവവും ചിലക്കലും എല്ലാം എത്രത്തോളമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്ക്, ശബ്ദം കേൾക്കുന്നുണ്ടോ? വളരെ കുറവല്ലേ കിളികളുടെ കളകള ശബ്ദം, അവരുടെ പാട്ട്, പല തരത്തിലുള്ള പല ഈണത്തിലുള്ള ശബ്ദമുണ്ടാക്കുന്ന കിളികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോൾ കിളികളുടെ ശബ്ദം കുറഞ്ഞു. കാരണം എന്താണ്? അവർക്ക് താമസിക്കാനുള്ള വാസസ്ഥലം മരങ്ങളായിരുന്നു. മരങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വീട് നിർമ്മിക്കാനൊക്കെ ധാരാളം വീടുകൾ വർദ്ധിച്ചു. മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെട്ടു. അത് കാരണത്താൽ ഈ പക്ഷികൾക്ക്, കിളികൾക്ക് അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു. അത് കാരണമാണ് എണ്ണം വളരെ 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 കുറഞ്ഞു, പക്ഷികളുടെയും കിളികളുടെയും. മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ
ഈ വയലിൽ ഈ കുറ്റൂർ പാടത്ത് അതുപോലെ മറ്റു വയലുകളിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ മത്സ്യമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ മത്സ്യം കാണാത്തത്? ഇപ്പോൾ നിങ്ങൾ മത്സ്യം കാണുന്നുണ്ടാകും, പക്ഷേ ഇത്രയൊന്നുമല്ല മത്സ്യം ഉണ്ടായിരുന്നത്. ഇഷ്ടം പോലെ മത്സ്യമുണ്ടായിരുന്നു പാടത്തുനിന്ന്. അന്ന് നായാട്ട് എന്നാണ് പറയുക. നായാട്ടിലൂടെ ധാരാളം മത്സ്യം പിടിച്ചിരുന്നു. പല തരത്തിലുള്ള മത്സ്യം നമ്മുടെ ഈ വയലുകളിൽ നിന്ന്. ഫ്രഷ് വാട്ടർ ഫിഷസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് എണ്ണം കുറഞ്ഞു? ഇപ്പോൾ വയലുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടി കീടനാശിനികൾ, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ ഈ കെമിക്കൽസ് കൃഷി ചെയ്യാൻ വേണ്ടി ധാരാളം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആണ് ഈ മത്സ്യസമ്പത്ത് നമ്മുടെ പാടത്ത് വയലുകളിൽ കുറഞ്ഞു വരാൻ കാരണം. പ്രഭാതം പൊട്ടി വിടരുകയാണ്. ആ ഊരകമലയിൽ നിങ്ങൾ ചെറിയ രൂപത്തിൽ ചുവന്ന ഒരു ലൈറ്റ് കത്തുന്നത് കാണാം, പക്ഷെ അത് വ്യക്തമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൂരിയാട് ഹൈവേയിലൂടെ നമുക്ക് അപകടം സംഭവിച്ച ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഈ കുറ്റൂർ പാടം, വിശാലമായി കിടക്കുന്ന ഞങ്ങളുടെ കുറ്റൂപാടം വ്യക്തമായി കാണാൻ സാധിക്കും. ഈ പള്ളി കൂരിയാട് ഹൈവേയിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ ഈ പള്ളി കഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ വീട്, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മയുടെ വല്ലിപ്പ മഹാനരായ കമ്മുണ്ണി മുസ്ലിയാർ ഉപ്പാപ്പ എന്നവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കുന്നാഞ്ചേരി പള്ളി, വിശാലമായി നീണ്ടു കിടക്കുന്ന ആ വയലോരത്താണ് കുന്നാഞ്ചേരി പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കുറ്റൂർ പാടം എൻ്റെയും എൻ്റെ ജ്യേഷ്ഠന്മാരുടെയും എൻ്റെ അനിയന്മാരുടെയും അതുപോലെ ഈ നാട്ടിലുള്ള എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടതാണ് ഈ കുറ്റൂർ പാടം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പാടത്ത് നല്ല മഴ വർഷിച്ചാൽ പുഴവെള്ളം വരും. പുഴവെള്ളം വരുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അബ്ദുൽ ഖാദിർ ദാരിമിയാണ്. മറ്റൊരു ജ്യേഷ്ഠൻ്റെ പേര് മുഹമ്മദ് ഖാസിം മുസ്ലിയാരാണ്. അതുപോലെ എൻ്റെ അനിയൻ അബൂബക്കർ മുസ്ലിയാർ. അവരൊക്കെ പിന്നെ ഈ പുഴവെള്ളം വരുന്ന സമയത്ത് അതൊരു ആഘോഷമായിരുന്നു അക്കാലത്ത്. പുഴവെള്ളത്തിൽ ഈ ഓവുകാലത്തിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ ബാപ്പു എന്നാണ് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത്. എൻ്റെ ബാപ്പു എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദിർ ദാരിമി എന്ന പേരുള്ള എൻ്റെ നേരെ ജ്യേഷ്ഠൻ ബാപ്പുവാണ് PSMO കോളേജിൽ പോയി പഠിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതും. അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ ബാപ്പു തന്നെയാണ് ചെറൂർ ഹൈസ്കൂളിൽ ചേരാൻ വേണ്ടി പ്രവർത്തിച്ചതും. അതിൽ കൂടെ എൻ്റെ ഉപ്പയും എൻ്റെ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കുന്ന എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നമ്മുടെ ചെറൂർ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ ഉപ്പയും പോന്നിരുന്നു. എൻ്റെ ഉപ്പ എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ അനിയൻ അബ്ദുറഹ്മാൻ സാദി, പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ നേരെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദിർ ദാരിമി, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അവരെല്ലാവരും പിന്നെ പോന്നിരുന്നു എൻ്റെ കൂടെ. ഞാൻ സ്കൂളിലേക്ക് പിന്നെ ആദ്യമായി ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ
പിന്നെ കുറ്റൂർ പാടത്ത് ഓവാലത്തിൻ്റെ മുകളിൽ കയറി പുഴവെള്ളത്തിലേക്ക് തലകുത്തി മറിഞ്ഞ് ചാടുന്നത്, എൻ്റെ ബാപ്പു ചാടുന്നത് ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പുഴവെള്ളം വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആവേശമാണ്, ആഘോഷമാണ്. പക്ഷേ ഇന്ന് വെള്ളപ്പൊക്കം ഒരു ദുരന്തമായി മാറി. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായി, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചതിൻ്റെ ഫലമായി പ്രകൃതി തിരിച്ചെടുക്കാൻ തുടങ്ങി. വലിയ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു, ജീവഹാനി സംഭവിച്ചു, നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വേറൊന്ന് പറയാനുള്ളത്, ഈ കുറ്റൂർ പാടത്ത് അക്കാലത്ത് നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ, നെല്ല് പാടത്ത് വേനൽക്കാലത്ത് നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പിന്നെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആ സുന്ദരമായ കുട്ടിക്കാലത്ത് ഇന്നവരൊക്കെ മൺമറഞ്ഞു പോയി. എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ അനിയനായ കുഞ്ഞാപ്പു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ മരണപ്പെട്ടു പോയ അവനെപ്പറ്റി ഓർക്കുമ്പോൾ കരച്ചിൽ വരിക, പ്രിയപ്പെട്ടവർ, സങ്കടം വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇപ്പോൾ അക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ പാടം കൊയ്ത് കഴിഞ്ഞാൽ ഇവിടെ മതപ്രസംഗ പരമ്പര നടക്കും. പാടത്ത് സ്റ്റേജ് കെട്ടി പിന്നെ പണ്ഡിതന്മാരുടെ വാള് പരമ്പര ഉണ്ടാകും. ഞാനൊരുപാട്, അന്നൊക്കെ ഒരു മൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഉച്ചഭാഷിണി അത് ഒരു വലിയ സംഭവമായിരുന്നു. അങ്ങനെ പാടം കൊയ്ത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പാടത്ത് മതപ്രസംഗം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, കുന്നാഞ്ചേരി കുറ്റൂർ പള്ളി അല്ലെങ്കിൽ കുന്നാഞ്ചേരി പള്ളി എന്ന് അറിയപ്പെടുന്ന അതിൻ്റെ അവിടെയൊക്കെ സമീപത്ത് വലിയ സ്റ്റേജ് കെട്ടി മതപ്രസംഗ പരമ്പര, പണ്ഡിതന്മാരുടെ മതപ്രസംഗ പരമ്പര നടന്നിരുന്നു. അക്കാലത്ത് ഞാനൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, ഞാൻ കുറ്റൂർ നോർത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് പാടുകയും അതിലെനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ആ സമയത്ത് ഗ്രൗണ്ടിൽ വെച്ച് എല്ലാവരും കൂടി എന്നെ വാനിലേക്ക് ഉയർത്തിയതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ആ മധുരമായ ഓർമ്മകൾ നിങ്ങളോടും പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ പാടത്ത് മതപ്രസംഗ പരമ്പര ഉണ്ടാകുന്ന സമയത്ത് പ്രഭാഷണം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് തവണ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുറയോനിൽ ഇടതടവില്ല ഇരുപകലൊരു പോൽ, ഇരു കൈകളും നീട്ടിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ബാപ്പു പാടാറുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദർ ദാരിമി എന്ന എൻ്റെ ബാപ്പു പാടാറുണ്ട്. എൻ്റെ വലിയ ജ്യേഷ്ഠൻ മുഹമ്മദ് ഖാസിം മുസ്ലിയാർ പാടാറുണ്ടായിരുന്നു. എൻ്റെ അനുജൻ അബൂബക്കർ പിന്നെ നല്ല പാട്ടുകാരനായിരുന്നു. പിന്നെ എൻ്റെ ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു പോയ എൻ്റെ നേരെ അനിയൻ പിന്നെ അബ്ദുറഹ്മാൻ സാദി, അവന് പിന്നെ വല്ലാതെ പാട്ട് പാടാറുണ്ടായിരുന്നില്ല. എൻ്റെ നേരെ അവൻ്റെയും അനിയൻ അബൂബക്കർ മുസ്ലിയാർ, അവന് ഒരു പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ജോലിയാണ്. അവന് നല്ല പാട്ട് പാടിയിരുന്നു. അക്കാലത്ത് പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ.
നൽകി ഒരു ഓമന കുഞ്ഞിനെ നറുമണമുള്ളൊരു പൂവിന് തുല്യം തലവേർന്ന വിമുക്തി മണത്ത് വളർത്തി വരും നാളിൽ അന്നൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചു ഖലീലുല്ലാ ഇബ്രാഹിം നബിയുടെ കരളിലൊരായിരം കടന്നൽ ഒന്നായി. ഖലീലുല്ലാ ഇബ്രാഹിം നബിയുടെ കരളിലൊരായിരം കടന്നൽ ഒന്നായി. ഒന്നായി കുത്തിയ പോലുള്ള വേദനയാം കൽബിൽ പൊട്ടി പൊട്ടി കരഞ്ഞു വിളിച്ചവർ മോനെ ഇസ്മായിൽ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയ. ഇന്ന് കുട്ടിക്കാലത്ത് ഞാൻ ഈ നാട്ടുകാർക്കൊക്കെ നാട്ടുകാരുടെ ഇടയിൽ അറിയപ്പെട്ട നാട്ടിലെന്ത് പരിപാടി ഉണ്ടാകുമ്പോഴും പാട്ട് പാടാൻ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പാടാറുണ്ട്. എൻ്റെ പാട്ട് ദൂരെ നിന്ന് കേട്ടാൽ എല്ലാവരും തിരിച്ചറിയും. ശബ്ദം കേട്ടാൽ ഇന്ന് അവിടെ പാടിയിരുന്നില്ല എന്ന് ചോദിക്കും കാണുന്ന സമയത്ത്. അങ്ങനെ മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ കുറ്റൂർ നോർത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ഹൈസ്കൂളിലേക്കുള്ള പോക്കും വരവും അതൊക്കെ എന്തൊരു രസമായിരുന്നു പ്രിയപ്പെട്ട കുട്ടികൾ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത് കേൾക്കും, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ എന്ന് വരുന്നത്. പിന്നെ കുട്ടികളെ മുമ്പിൽ നിന്ന് ശീലിച്ചതാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെന്നുള്ള വാക്ക് വരും. കുട്ടികളോടല്ലെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിലും പിന്നെ കുട്ടികളോടും കൂടിയാണ് പോട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സ്കൂൾ മക്കൾക്കും കൂടിയാണ്, കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങളവിടെ ദൂരെ മല കാണുന്നില്ലേ? അവിടെ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ട്, ഒരു സിഗ്നൽ ലൈറ്റ്. അതാണ് ഊരകം മലയുടെ ഒരു ഭാഗമാണത്. ഊരകം മല വിശാലമായിട്ട് കിടക്കുകയാണ്. പക്ഷേ സന്ദർഭവശാൽ സങ്കടകരമായ കാര്യം, ആ ഊരകം മലയുടെ വയറ് തുരന്ന് നശിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിങ്കല്ല് പൊട്ടിച്ച് പാറ പൊട്ടിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചിട്ടില്ലെങ്കിൽ വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഒരു പ്രകൃതി ദുരന്തം നേരിടുന്ന സമയത്ത് അതിൽ പ്രകൃതിയെ നശിപ്പിച്ചവർ മാത്രമല്ല ഉൾപ്പെടുക. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന പ്രകൃതി ഒരു ചോദ്യത്തിൻ്റെ സ്വരം കൂടി അതിലുണ്ട്. എല്ലാവരും നിരപരാധികളും ഒക്കെ പ്രകൃതി ദുരന്തം നമ്മൾ കണ്ടതാണല്ലോ. വയനാട്ടിൽ സംഭവിച്ച സമയത്ത്, ഉരുൾപൊട്ടൽ സംഭവിച്ച സമയത്ത് എല്ലാവരും ഒരു ദുരന്തം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവീകമായ ഒരു പ്രകൃതിപരമായ ശിക്ഷ വരുന്ന സമയത്ത് അതിൽ എല്ലാവരും ഉൾപ്പെടും. അതിൽ നല്ല മനുഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയൊന്നുമില്ല. ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് മൊത്തത്തിലാണ് ഇറങ്ങുക. നിങ്ങളവിടെ ദൂരെ പ്രകാശം ഒരു ലൈറ്റ് കാണുന്നില്ലേ? അതാണ് നമ്മുടെ കൂരിയാട് ഹൈവേ, പൊളിഞ്ഞു പോയ ഹൈവേ, അറിയപ്പെട്ട ഹൈവേ, കൂരിയാട് ഹൈവേ. അതാണത്. ദൂരെ കാണുന്ന ആ ലൈറ്റ് നിൽക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ നോക്കൂ, അവിടെ നിന്നിട്ട് നോക്കിയാൽ അതിലൂടെ വാഹനം പോകുന്ന സമയത്ത്, അവിടെ നിന്നിട്ട് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ കുറ്റൂർ പാടം, നീണ്ടു കിടക്കുന്ന ഈ കുറ്റൂർ പാടം വിശാലമായി വളരെ വ്യക്തമായി കാണാം. അതുപോലെ നേരത്തെ കാണിച്ചു തന്ന ഈ പള്ളിയും ചെറാട്ട് പള്ളിയും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വീഡിയോ നീണ്ടുപോകുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുറ്റൂർനോർത്ത് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന്
വീട്ടിൽ നിന്ന് അന്ന് ഉച്ചഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 5ാം ക്ലാസ് മുതലൊന്നും ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല. അന്ന് വീട്ടിൽ നിന്ന് 1 രൂപ തരും എൻ്റെ ഉപ്പ. 1 രൂപ. അന്ന് ചോറിന് 1 രൂപയാണ്. അന്ന് ഒരു ചോറിന് 1 രൂപ. അവിടെ നായരുടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അവിടെ അധ്യാപകരും ഒക്കെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. 1 രൂപ കൊടുത്താൽ, അന്ന് 1 രൂപ എന്ന് പറഞ്ഞാൽ വലുതാണ്. ആ 1 രൂപക്ക് പിന്നെ ഒരു ചോറ് കിട്ടും. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് കഴിക്കില്ല. കാരണം അന്ന് മിഠായിയോട് വളരെ താല്പര്യമാണല്ലോ. അപ്പോൾ ചോറ് ഉപേക്ഷിച്ച് മിഠായി വാങ്ങി തിന്നും, ഐസ് വാങ്ങി തിന്നും. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ 1 രൂപ തന്നാൽ അന്ന് 5 പൈസക്ക് ഒരു ഐസ് കിട്ടും. 5 പൈസക്ക് അങ്ങനെ ഐസ് വാങ്ങി തിന്നും, മിഠായി വാങ്ങി തിന്നും. അങ്ങനെ വിശന്നാലും പ്രശ്നമില്ല. മിഠായിയോട് വലിയ കമ്പമായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ, എനിക്ക് മാത്രമല്ല. അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കുറ്റൂർ നോർത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാട്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സബ് ജില്ലയിലും ജില്ലയിലും അന്ന് റഷീദ് മാഷ് എൻ്റെ പ്രിയപ്പെട്ട അറബിക്കിൻ്റെ റഷീദ് സാറ് ഞങ്ങളുടെ ചെറു ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ ഭർത്താവാണ്. അവർ റിട്ടയർ ചെയ്ത് പോയി ഇപ്പോൾ 2 പേരും. സുൽബത്ത് ബീവി ടീച്ചർ ഭർത്താവായ പിന്നെ റഷീദ് മാഷായിരുന്നു എൻ്റെ അറബി മാഷ് ആയിരുന്നു എന്നെ പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഞാൻ സബ് ജില്ലയിൽ വരെ എത്തിയിട്ടുണ്ട്. സബ് ജില്ലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. പാട്ട് പാടാൻ കുറച്ചൊക്കെ ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കഴിവൊക്കെ അന്നത്തെ പോലെയുള്ള ആ സ്വരം ഒക്കെ നമുക്ക് വയസ്സായില്ലേ, അപ്പം ഉണ്ടാവില്ല. പാട്ടുകളിങ്ങനെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ്, അന്ന് പാടിയിരുന്ന പാട്ടുകൾ. മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബോലി സയ്യിദലവി റളിയല്ലാഹ്. കഷ്ടം ഇരുൾ കടലിന്ന് കപ്പക്കരും വിളിച്ചെന്ന് കെട്ടേ വെളിച്ചം ചൂട്ടൊന്ന് കട്ടിടൈ തെങ്ങിൻ മോളിന്ന് കണ്ടേ വെളിച്ചം റാഹത്തായി കപ്പക്കരും സലാമത്തായി കൊണ്ടാണ് പുണ്യസന്നിധി ഗുണമുത്തോരിൽ റളിയല്ലാഹ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ പിന്നെ ചെറൂർ ഹൈസ്കൂളിലെ 40,000-ൽ വരുന്ന, അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചു പോയവരും ആയ 40,000-ലധികം എൻ്റെ സ്കൂൾ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന സമയത്തെല്ലാം അത് എത്രയാണെങ്കിലും അവർക്ക് വേണ്ടിയാണ് ഞാനത് ചിലവാക്കുക. ഇപ്പോൾ തന്നെ അവിടെ 5,000-ലധികം ഹൈസ്കൂളും +2 +1 കൂടി 5,000-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോളേജുണ്ട്, പിന്നെ PPTMY നാഷണൽ പബ്ലിക് സ്കൂളിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. പിന്നെ കൊമേഴ്സ്, അൺഎയ്ഡഡ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന നവാസ് സാറിൻ്റെ ആ +1 +2 ഉണ്ട്. എല്ലാം കൂടി 5,000-ൻ്റെ ഒരു മേലെ ഉണ്ട്. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത് 5,000 എന്ന്. അപ്പോൾ ഈ ചെറിയ കുട്ടികളൊന്നും കൂട്ടാതെ കേട്ടോ. പിന്നെ ഈ LKG UKG അതുപോലെ 1 2 3 4 5 6 7 ക്ലാസ് വരെയുള്ള കുട്ടികളൊന്നും കൂട്ടാതെയാണ് പറഞ്ഞത്. അവരത് കൂട്ടുകയാണെങ്കിൽ എണ്ണം വളരെ ഉയരും, കുട്ടികളുടെ എണ്ണം.
അപ്പോൾ ഞാൻ വളരെ ദീർഘിപ്പിച്ച് പോയി. അവർക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റെ സ്കൂൾ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ലിങ്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, ഈ സ്കൂളിൽ അല്ലാത്തവർക്കും, നിങ്ങളെ പരിചയത്തിൽപ്പെട്ട എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊരു നന്മയായി മാറും നിങ്ങൾക്ക്. പിന്നെ കാരണം ഇഷ്ടം പോലെ പാവപ്പെട്ട കുട്ടികൾ ചേറൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ബസ് ഫീസ് കൊടുക്കാൻ കഴിയാത്തവർ, കഷ്ടപ്പെടുന്നവർ, ബസ് ഫീസ്, അതുപോലെ ഒരുപാട് ചിലവുകൾ ഉണ്ടാകുമല്ലോ. സ്കൂൾ തുറക്കുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് എന്ത് ചിലവാണ്, ഡ്രസ്സ്, യൂണിഫോം, അതുപോലെ പല ചിലവുകളും ഇല്ലേ. അതിനൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എൻ്റെ സ്കൂൾ മക്കൾക്കുള്ളതാണ്. ചേറൂർ ഹൈസ്കൂളിലെ സ്കൂൾ മക്കൾക്കുള്ളതാണ്. അവിടെ പഠിച്ചു പോയ എൻ്റെ മക്കൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾക്കുള്ളതാണ്. അതേപോലെ അവിടെ പഠിച്ചവരിൽ പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കുമൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ചിലവഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ വീട്ടിൽ മാതാപിതാക്കളുടെ ഫോണിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ പറയണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ പറയണം. അങ്ങനെയെല്ലാം നിങ്ങൾ ആണ് ഈ യൂട്യൂബ് ചാനലിനെ വിജയിപ്പിക്കേണ്ടത്. ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഹൈസ്കൂളിലെ എൻ്റെ സ്കൂൾ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. വീഡിയോ വളരെ നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.